ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ടൊവിനോ തോമസിന്റെ പുതിയ സിനിമയായിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡാർവിൻ കുര്യാക്കോസ് ആണ്, എഴുതിയിരിക്കുന്നത് ജിനു എബ്രഹാം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളൊക്കെ കൂടിയിട്ടാണ്. സോ ഈ ഒരു പടത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇത് കാണാൻ പോകുന്ന ആൾക്കാർ ഈ ഒരു സിനിമയുടെ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1980 മുതൽ 1990-93 വരെയുള്ള കാലഘട്ടത്തിലെ കുറച്ച് സംഭവങ്ങളാണ് വിവരിക്കുന്നത്. സോ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സോഴ്സസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം അവർ ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള കാലഘട്ടം. അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഏതിനും ജീപ്പ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെയൊന്നുമല്ല. കാൽനടയായിട്ട് തന്നെ പോയി അന്വേഷിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് അവർക്കുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞു വെക്കുന്ന ഈ പോലീസുകാർക്ക്. സോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു സിനിമയിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വെബ് സീരീസ് പോലെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പിസോഡ് വൈസ് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവം, അതായത് ഫസ്റ്റ് ഹാഫ് ഒരു എപ്പിസോഡ്, സെക്കൻഡ് ഹാഫ് ഒരു എപ്പിസോഡ്, അങ്ങനെ പറയാവുന്ന ഒരു സംഭവം. ഇത് ഇവിടെയും അവസാനിപ്പിക്കാതെ അവർക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അത്തരത്തിലുള്ള ഒരു എഴുത്താണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അതിനാദ്യം തന്നെ ജിനു എന്ന് പറയുന്ന എഴുത്തുകാരന് നല്ലൊരു കൈയടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡാർവിൻ എന്ന് പറയുന്ന സംവിധായകൻ, അതായത് ഇങ്ങനൊരു അപ്രോച്ച് എടുത്ത സംവിധായകൻ, അതായത് ചില ആൾക്കാർക്ക് ഇതൊരു കണ്ടിന്യൂറ്റി ഇഷ്യൂ തോന്നിയേക്കാം എന്ന് തോന്നുന്നു. കാരണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അങ്ങനെ 1-2 പേര് സംസാരിക്കുന്നത് കേട്ടു. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. പക്ഷെ അത് നല്ല രീതിയിൽ ഒരു സ്റ്റോറി ലൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ഡയറക്ഷൻ സംഭവങ്ങൾക്കും സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിന് ഉതകുന്ന രീതിക്കുള്ള നമ്മുടെ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് ഈ പോലീസുകാർ താമസിക്കുന്ന ഒരു വീട്, അതിന് ചുറ്റുഭാഗം, അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തുള്ള കുറച്ച് ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളതാണ് നമ്മുടെ സന്തോഷ് നാരായണന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്നത്. പാട്ടും ഡാൻസ് ഒന്നും ഇല്ല ഈ പടത്തിനകത്ത്. വളരെ സീരിയസ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരേ ലെവല്, ഒരേ മീറ്റർ പിടിച്ച് പോകുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ വളരെ ഇൻട്രസ്റ്റോടുകൂടി കാണാൻ പറ്റിയിട്ടുള്ള ഒരു കഥയും കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എപ്പിസോഡ് വൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിസോഡ് വൈസ് കാണാവുന്ന ഒരു സിനിമയാണത്. സന്തോഷ് നാരായണന്റെ സ്കോറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ പേരെഴുതി കാണിക്കുന്ന സമയത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ആ ഒരു പേരെഴുതി കാണിക്കുന്ന സമയത്ത് ഒരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ട് രസമായിട്ടുണ്ട്. എനിക്കെന്താ അറിയില്ല, ഭയങ്കരമായിട്ട് ആ ഒരു വൈബ് കിട്ടി ആ ഒരു പാട്ടിനകത്തും തന്നെ. അതുപോലെ തന്നെ സ്കോറുകൾ വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സീൻസിനകത്ത് കൊടുത്തിരിക്കുന്ന സന്തോഷ് നാരായണന്റെ ഓരോ സ്കോറുകൾ, പിന്നീട് അങ്ങോട്ട് സ്കോറുകൾ മാത്രമേ ഉള്ളൂ. സ്കോറുകളിൽ കൂടെ എന്താ പറയുക, അങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി എനിക്ക് എടുത്ത് പറയാൻ തോന്നിയിട്ടുള്ള ഒന്ന് ടൊവിനോന്റെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വളരെ സട്ടിലായിട്ട് തന്നെ ആള് പിടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ വിനീത് തട്ടിലിന്റെ ആ ഒരു സേനൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് എനിക്ക് എന്താ അറിയില്ല ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതായത് ടൊവിനോന്റെ ടീമിലുള്ള ഒരു പോലീസുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആ ഒരു ബാക്കി 3 പേരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്ത് നല്ല രീതിക്ക് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു പ്രകടനങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ ഷമ്മി തിലകൻ വരുന്നുണ്ട്, ബാബുരാജ് വരുന്നുണ്ട്. ബാബുരാജിന്റെ പെർഫോമൻസ് എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസും കൂടിയിട്ടാണ് ബാബുരാജിന്റെ. അതുപോലെ തന്നെ വന്നു പോയിട്ടുള്ള ചെറിയ ആർട്ടിസ്റ്റുകൾ വരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കയ്യടി അർഹിക്കുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തും തോന്നിയിട്ടുള്ളത്. ദയവായി കാണാത്തവരുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാം. 2.5 മണിക്കൂറോളം ഉണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് 1 മിനിറ്റ് പോലും ലാഗ് അടിക്കാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കൂടിയാണ് ഈ ഒരു എന്താ പറയുക അന്വേഷിപ്പിൻ കണ്ടെത്തുമിൻ്റെ. ഇപ്പം നിങ്ങൾ ഈ ഒരു ജാഗ്രത എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പോലീസുകാർക്ക്, അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാൻ വരുന്ന മമ്മൂട്ടിയും ആ ഒരു സംഘത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലത്തെ കുറച്ച് ലിമിറ്റേഷൻസുമായിട്ട് വരുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ ഒരു ടൊവിനോന്റെ ടീം എന്ന് പറയുന്നത്. സോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു സിനിമയെ നിങ്ങൾ സമീപിച്ചാൽ വളരെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൈക്കോളജിക്കലി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവങ്ങൾ ആ ഒരു സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സും കൂടി തന്നെയാണ് ഈ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളത്.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.